our channel. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫേവറേറ്റ് പാലടയാണ്. അപ്പോൾ ഈ പാലട ഇഷ്ടമുള്ളവർ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോയിലേക്ക് എന്താ ആദ്യമായിട്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് ബെൽ ബട്ടൺ അമർത്തി വെച്ചാൽ ഞങ്ങളുടെ ബ്ലോഗ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. നേരെ വീഡിയോയിലേക്ക് വരും. ഹലോ, അപ്പം നമ്മൾക്കിന്ന് ഇൻസ്റ്റൻറ്റ് മിക്സ് വെച്ചിട്ട് എങ്ങനെ ഒരു ഈസി പാലട ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് 200 ഗ്രാം പാലട മിക്സാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 ലിറ്റർ പാലാണ്. പിന്നെ വേണ്ടത് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ്. പഞ്ചസാര എക്സ്ട്രാ നമ്മൾക്ക് ആവശ്യമില്ല, ഇൻസ്റ്റൻറ്റ് മിക്സിൽ എല്ലാം ആഡാണ്. പക്ഷേ ഇത് നമ്മൾ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇനി നമ്മൾക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു പ്രഷർ കുക്കറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി നമ്മളതിനെ കരിയാതെ കാരമലൈസ് ആക്കി എടുക്കണം. ഇതിപ്പോൾ നല്ല ഹീറ്റ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് അതിൽ നിന്ന് പുക വന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് അതിനെ കാരമലൈസ് ചെയ്തെടുത്തു. ഒരുപാട് ബ്രൗൺ കളർ ആക്കരുത്. ഇത് വീഡിയോയിൽ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ്. ലൈറ്റ് ആക്കിയിട്ടേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ചെറുതായിട്ട് കാരമലൈസ് ആയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കാരമലൈസ് ചെയ്ത പഞ്ചസാര കട്ട പിടിക്കും. കട്ട പിടിച്ചതിന് പതുക്കെ ഇളക്കി കൊടുത്തിട്ട് തന്നെ അത് പാല് ചൂടായി വരുമ്പോൾ കട്ട പിടിച്ച പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് അതിലേക്ക് മിക്സ് ആയിക്കോളും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി മാത്രം ഇതുപോലെ പഞ്ചസാര കാരമലൈസ് ചെയ്താൽ മതിയാവും. ഇളക്കാനും പിടിക്കാനൊക്കെ നേരമുള്ളവർ ഇതുപോലെ മിക്സ് പാലിലിട്ടിട്ട് തന്നെ പതുക്കെ ഇളക്കി മിക്സ് ചെയ്താൽ മാത്രം മതിയാവും. ഇതിപ്പോൾ പെട്ടെന്ന് ചെയ്ത് നല്ല ഈസി മെത്തേഡാണ് ഇപ്പോൾ ഞാനിതിൽ കാണിച്ചു തരുന്നത്. ഇനി നമ്മൾക്ക് ബാലൻസ് ഉള്ള പാലുകൂടെ ആ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ചേർന്നപ്പോൾ ബാലൻസ് ഉള്ള പാലുകൂടെ നമ്മളതിലേക്ക് ഒഴിച്ചു നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി 1 ലിറ്റർ പാലിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്ര മാത്രമേ ആവശ്യമുള്ളൂ. പാലട മുഴുവനും പാലിൽ മാത്രമാണ് ചെയ്യുക. ഒരു 1/2 കപ്പ് വെള്ളം എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ചേർത്ത് കൊടുക്കുക. ആവശ്യമുള്ളവർ ചേർത്ത് കൊടുക്കുക, അല്ലാത്തവർ വേണ്ട. ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇൻസ്റ്റൻറ്റ് പാലട മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടത് ഇളക്കി യോജിപ്പിക്കാം. ഇതിലിപ്പോൾ 2 ടൈപ്പ് പാലട മിക്സ് ഉണ്ട്. വീറ്റും ഉണ്ട്, റൈസും ഉണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് റൈസ് പാലട മിക്സാണ്. റൈസിൻ്റെ ഇഷ്ടമല്ലാത്തവർ വീറ്റിൻ്റെ ചൂസ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ ഒരു തിള വരുന്ന സമയത്താണ് നമ്മളത് അടച്ച് വേവിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, പാലും മിക്സും കൂടെ കടന്നിട്ട്. ഇനി നമ്മൾക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇത് കുക്കറിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കുറച്ച് വലിയ കുക്കർ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഞാനിവിടെ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. അതിനുശേഷം കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷമാണ് അടപ്പ് ഞാൻ തുറന്നത്. ഇതാ ഇപ്പോൾ പായസം ഏകദേശം റെഡിയായി. ഞാനതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ചൂടോടെ ഇരിക്കും തോറും ഇരുന്ന് തന്നെ ഈ പായസം നന്നായിട്ട് കുറുകി വരും. കറക്റ്റ് പാലടൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. ഇപ്പോൾ തന്നെ എടുത്ത
വിചാരിച്ചതുപോലെയല്ല, ഏകദേശം നന്നായിട്ട് ഇതാ കുറുകി വന്നിട്ടുണ്ട്. ഈ അട അങ്ങനെ മേലെ തെളിഞ്ഞ് കാണണം, അതാണ് പാലടൻ്റെ പരുവം. ഇപ്പം തന്നെ അത്യാവശ്യം ഒരു കുടിക്കേണ്ട പാകത്തിനുള്ള കുറുക്കം വന്നിട്ടുണ്ട് പായസത്തിന്. അപ്പോൾ നമ്മുടെ ഈസി ഇൻസ്റ്റൻറ്റ് പാലട റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ പാലട റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെടാൻ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ട് ബെൽ ബട്ടൺ അമർത്തി വെച്ചാൽ ഞങ്ങളുടെ ബ്ലോഗ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഒരു അടുത്ത വീഡിയോ ഞങ്ങൾ പിന്നെയും വരുന്നതായിരിക്കും. ബൈ.